അപ്പം നമ്മളുടെ രണ്ടാമത്തെ ദിവസത്തെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഏറ്റവും കൂടുതൽ ലിംഗാനുപാതം കേരളത്തില് ഏത് ജില്ലയിലാണ് ഉള്ളത്? ലിംഗാനുപാതം കേരളത്തിലെ പത്തനംതിട്ട. പത്തനംതിട്ടയുടെ. ഇനി ദശാബ്ദ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? കൊല്ലം. കൊല്ലം. ഓക്കെ. ഇനി ഏറ്റവും കുറവ് നഗര ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? നഗര ജനസംഖ്യ വയനാട്. എറണാകുളം. നഗര ജനസംഖ്യ കൂടുതൽ ജില്ലയാണ് എറണാകുളം വരുന്നത്. കുറവുള്ള വയനാട്. ജനസംഖ്യയുടെ എത്ര ശതമാനം കേരളത്തില് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട്? 47.7% നഗരപ്രദേശങ്ങളിൽ കേരളത്തിൽ താമസിക്കുന്നത്. ഇനി നമ്മൾക്ക് ഏറ്റവും ഏജ് കൂടിയ കാറ്റഗറി നോക്കുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഏജിനകത്താണ് ഏറ്റവും കൂടുതൽ കേരളത്തില് പ്രായവിഭാഗം വരുന്നത്? ഏറ്റവും കൂടുതൽ 15 മുതൽ 15-നും 59-നും ഇടയിലായിട്ടാണ്. 29. ഓക്കെ, ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം കേട്ടോ, അപ്പൊ അവര് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഇനി 14ാമത്തെ പഞ്ചവത്സര പദ്ധതി പരമ്പരാഗത വ്യവസായങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകിയിട്ട് എത്ര പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ധനുഷ, 3. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? നിമിഷ, ഒരെണ്ണം പറയും. മോഡേണൈസേഷൻ, രണ്ടാമത്തത് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ് നമുക്ക് പരമ്പരാഗത വ്യവസായത്തിന് 14ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. ഒന്നാമത്തത് ആധുനികവൽക്കരണം, രണ്ടാമത്തത് ഉൽപ്പന്നത്തിനെ വൈവിധ്യവൽക്കരിക്കുന്നു, മൂന്നാമത്തത് വിപണന വിതരണ കേന്ദ്രങ്ങൾ, മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ്. ഒരു പ്രദേശം നഗരമായിട്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞത് ജനസംഖ്യ കുറഞ്ഞത് എത്ര ആളുകൾ ഉണ്ടായിരിക്കണം ശില്പ? 5000. ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്ററിൽ കുറഞ്ഞത് എത്ര ആളുകൾ ഉണ്ടായിരിക്കണം ദേവി സുരേഷ്? 400 കിലോമീറ്റർ പെർ സ്ക്വയർ. 400 പെർ കിലോമീറ്റർ സ്ക്വയർ. ഓക്കെ. ഇനിയും കാർഷികേതര പുരുഷ തൊഴിലാളികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് എത്ര പെർസെന്റേജ് ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ മാത്രമേ അത് നഗരമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ? ധന്യറാം? 75%. ഓക്കെ, അപ്പൊ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഒരു പ്രദേശം നഗരമായിട്ട് ഉണ്ടാവണമെങ്കിൽ. ജനസംഖ്യ 5000 ആളുകളായിരിക്കണം കുറഞ്ഞത്, ജനസാന്ദ്രത 400 ആളുകളായിരിക്കണം ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്നത്, കാർഷികേതര പുരുഷ തൊഴിലാളികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 75% എങ്കിലും കാർഷികേതര മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തെങ്കിലാണ് നമ്മൾക്കൊരു പ്രദേശത്തെ നഗരമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്തത് പാൽ ഉൽപാദനവുമായി കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് മീനു? 15. ഓക്കെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് നിമിഷ? പാലക്കാട്. ഇനി ഏറ്റവും കുറവ് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ധനുഷ? മലപ്പുറം. ആഗോള പാൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ വിഹിതം എത്ര പെർസെന്റേജ് ആണ് വരുന്നത് ശില്പ? 24.76. ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന ലോകത്തിന് പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് ദേവി സുരേഷ്? ഫസ്റ്റ് പൊസിഷൻ. ഓക്കെ, ഇപ്പൊ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്, കുറവാണെങ്കിൽ മലപ്പുറം. മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ് നിമിഷ? 14. ഓക്കെ,
ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ 2025 വേദി എവിടെയാണ് മീനു? ലുലു മാൾ അതുപോലെ തന്നെ ബോൾഗാട്ടി പാലസ്. ഏത് വർഷം ഡേറ്റ് കൂടെ പറയാൻ പറ്റും? 2025 2025 ഫെബ്രുവരി 20, 21. തീയതികളിലാണ് അത് നടന്നത്. ഇനി ചിക്കൻ പദ്ധതി, കേരള ചിക്കൻ പദ്ധതി കേട്ടിട്ടുണ്ടായിരിക്കും. അത് ആരംഭിച്ച വർഷം ഏതാണ് ധനുഷ? 2017. ഓക്കെ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വില വിവരണ സെല്ലിന്റെ കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വർഷവും ഏത് തന്നെയാണ്? 2017. ദുരന്ത നിവാരണത്തിന് എത്ര പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഉണ്ട് ദേവി സൂരജ്? 4 ഘട്ടങ്ങൾ. ഫസ്റ്റ് വൺ ഏതാണ് ശില്പ? പ്രിപ്പറേഷൻ. തയ്യാറെടുപ്പ് അഥവാ പ്രിപ്പയർനെസ്. രണ്ടാമത്തെ ഘട്ടം ഏതാണ് നിമിഷ? റെസ്പോൺസ്. മൂന്നാമത്തേത് ധനുഷ? റിക്കവറി. ഞാൻ ധന്യറാം നടുക്കിരിക്കുന്നതുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ കുറവ് വരുന്നത് കേട്ടോ. നാലാമത്തെ ഏതാണ് ധന്യറാം? മിറ്റിഗേഷൻ. ഓക്കെ, ഇപ്പം നമ്മൾക്ക് ദുരന്ത സാധ്യതകളെ കുറിച്ചിട്ട് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് ലഘൂകരണം അഥവാ മിറ്റിഗേഷനകത്ത് വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഭാവി ദുരന്തങ്ങളുടെ തീവ്രത കുറയ്ക്കാനുള്ള നടപടി ഏതു കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 4 ഘട്ടങ്ങൾക്കകത്ത് ഭാവി ദുരന്തങ്ങളുടെ തീവ്രത കുറയ്ക്കുന്ന നടപടികൾ. ദിമിഷ? ലഘൂകരണം, മിറ്റിഗേഷൻ. ഇനിയും ദുരന്തം സംഭവിച്ച ഉടൻ ജീവൻ രക്ഷിക്കാനും അടിയന്തര സഹായം നൽകാനും സ്വീകരിക്കുന്ന നടപടികളായിട്ടുള്ള തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ ഇവയൊക്കെ ഏതു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത് മീനു? പ്രതികരണം. ദുരന്തബാധിത പ്രദേശങ്ങളെ പൂർവ്വസ്ഥിതിയിലാക്കാനും അതിൽ മികച്ചതാക്കാനും സ്വീകരിക്കുന്ന ദീർഘകാല നടപടികൾ ഏത് ഇതിനകത്താണ് വരുന്നത് ദേവി സൂരജ്? ദീർഘകാലം വീണ്ടെടുക്കൽ അഥവാ റിക്കവറി. അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാൻ വേണ്ടിയിട്ട്, തലേന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. ആ 4 ഘട്ടങ്ങളും 2 പ്രാവശ്യം തന്നെ ഓൾറെഡി ഡിഗ്രി മെയിൻസിനകത്ത് വന്നിട്ടുള്ളതാണ്. ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് ആളഭയവും നാശനഷ്ടങ്ങളും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന നടപടികൾ ഏതാണ് ശില്പ? തയ്യാറെടുപ്പ്. അപ്പൊ അതിനകത്ത് ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകുക എന്നത് തയ്യാറെടുപ്പിനകത്ത് വരുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കുന്നുണ്ടോ നിമിഷ? ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും കണ്ടന്റ് ആണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോ തൽക്കാലം നിർത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ബാക്കി നാളെ കുറച്ചുകൂടെ കൂടുതൽ കണ്ടന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ബൈ. താങ്ക് യു. Thank you, ma'am.